ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പ്രോപ്പറായിട്ട് യൂട്യൂബിൽ നമുക്കൊരു ചാനലിൻ്റെ നെയിം എങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടെത്താം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഡയറക്റ്റ് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇവിടെ സെർച്ചിൻ്റെ ഒരു ബട്ടൺ കാണാൻ പറ്റും നിങ്ങൾക്ക്. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ തന്നെ യൂട്യൂബ് ചാനലൊന്ന് സെർച്ച് ചെയ്യുകയാണ്. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഡയറക്റ്റ് ഈ സെർച്ചിൽ പോയിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്യും. അതിനുശേഷം എങ്ങനെ നമ്മൾ ശ്രമിച്ചു നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റില്ല. വെച്ച് കഴിഞ്ഞാൽ അത്രയും ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടില്ല അതിൻ്റെ റിപ്പോർട്ട്സാണ് അവർ കാണിക്കുക. നമ്മളിപ്പോൾ ഈ ഹിസ്റ്ററിയൊക്കെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ആ കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ചാനലിൻ്റെ നെയിം പ്രോപ്പറായിട്ട് കിട്ടണമെന്നില്ല. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യുന്നത് ആ കീ വേർഡ് എന്ന് പറയും ഇതിന്. ആ കീ വേർഡ് വെച്ചിട്ട് നമുക്കിവിടെ ഒന്നാമത്തത് നോക്കാം, അൺഎക്സ്പെക്റ്റഡ് കപ്പിൾസ്, അങ്ങനെ ഉണ്ടാവുന്നത്. രണ്ടാമത്തത്, മൂന്നാമത്തത്, എല്ലാത്തിലും നമുക്ക് കാണാൻ പറ്റും അൺഎക്സ്പെക്റ്റഡ് എന്നുള്ളൊരു വേർഡ് ഉണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ പ്രോപ്പറായിട്ട് ഇങ്ങനെയല്ല സെർച്ച് ചെയ്യേണ്ടത്. ഇവിടെ റൈറ്റ് സൈഡിൽ കോർണറിൽ ഒരു ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം, റിലവൻസ്, അതായത് ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് അപ്ലോഡ് ഡേറ്റ്, അതായത് നമുക്ക് ഡേറ്റ്, ഏത് ഡേറ്റിന് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് വേണ്ടുന്നത് എന്നുണ്ടെങ്കിൽ അത് ഓക്കെ കൊടുക്കുക. വ്യൂ കൗണ്ട്, അപ്പോൾ നമുക്ക് എത്രത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ട്, നല്ല വ്യൂസ് ഉള്ള വീഡിയോസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് നോക്കാം. റേറ്റിങ്സ്, നമ്മളിപ്പോൾ 5 സ്റ്റാർ 2 സ്റ്റാർ 4 സ്റ്റാർ എന്നൊക്കെ പറയാമല്ലേ, നല്ല റേറ്റിംഗ് ഉള്ള വീഡിയോസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതല്ല. പിന്നീട് നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത് മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനി ടൈം, ഏത് സമയത്തും ഉള്ള വീഡിയോസ് നമുക്ക് യൂട്യൂബ് കാണിച്ചു തരും. പിന്നെയുള്ളത് ലാസ്റ്റ് അവർ, അതായത് ഒരു 1 hour 2 hour അതിനുള്ളിൽ ആരെങ്കിലും ഏതെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതായത് നമ്മളിപ്പോൾ സെർച്ച് ചെയ്ത ആ ഒരു വേർഡ് വെച്ചിട്ട് ആരെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണിക്കും. പിന്നെ മൂന്നാമത് വരുന്ന ഓപ്ഷനാണ് ടുഡേ, അതായത് ഇന്ന് ആരെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കാണിക്കും. നാലാമത് വരുന്ന ഓപ്ഷൻ വരുന്നത് ദിസ് വീക്ക്, അതായത് ഈ ആഴ്ച ആരെങ്കിലും അപ്ലോഡ് ചെയ്ത വീഡിയോസ് കാണാൻ പറ്റും. അഞ്ചാമത് വരുന്നത് ദിസ് മന്ത്, ഈ മാസം. ആറാമത് വരുന്നത് ദിസ് ഇയർ, ഈ വർഷം ആരെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ അടുത്ത ഓപ്ഷനിലോട്ട് പോവാണ്. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ്. ഇവിടെ കാണാൻ പറ്റും ഷോർട്ട്, 4 മിനിറ്റ്സിന് 4 മിനിറ്റിന് ഉള്ളിലുള്ള വീഡിയോസ്. പിന്നെ 20 മിനിറ്റ് മുതൽ അങ്ങോട്ടുള്ള വീഡിയോസ്, 20 മിനിറ്റ് മുതൽ അങ്ങോട്ടുള്ള വീഡിയോസ്. അതല്ലാണ്ട് ഇനി എന്നുള്ളതെങ്കിൽ ഏത് ടൈപ്പുള്ള വീഡിയോസും, ഏത് ഡ്യൂറേഷനുള്ള വീഡിയോസും, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം പ്രോപ്പറായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല. നമുക്കിപ്പോൾ സെർച്ച് ചെയ്യേണ്ടത് ഒരു യൂട്യൂബ് ചാനലിൻ്റെ നെയിം ആണെങ്കിൽ ഇങ്ങനെയല്ല നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. അതിനുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പുള്ള താഴെയുള്ള ഫീച്ചേഴ്സും കൂടി പറഞ്ഞുതരാം. ഏതായാലും ഇവിടെ ലൈവ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ സെർച്ചിൻ്റെ ആ ഒരു പിന്നെ നമ്മൾ സെർച്ച് ചെയ്ത ആ ഒരു വേർഡ് വെച്ചിട്ട് കിട്ടുന്ന ഫെസിലിറ്റീസൊക്കെയാണ്. ലൈവായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. പിന്നെ 4K, അതായത് നമുക്ക് വീഡിയോയുടെ ക്ലാരിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ HD, ടൈറ്റിൽസ്, അതായത് ടൈറ്റിൽ കൊടുക്കുന്നത്. പിന്നെ ആരെങ്കിലും CC വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് #, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ക്രിയേറ്റീവ് കമൻറ്റ്സ്, ആ ഒരു വേർഡ് വെച്ചിട്ടുള്ള കമൻറ്റ്സൊക്കെ. പിന്നെ 360 എന്ന് പറഞ്ഞത് നമ്മുടെ ആംഗിൾസിൻ്റെ ആണ്, ക്യാമറയുടെ ആ ഒരു ക്വാളിറ്റീനെ അല്ലെങ്കിൽ ആ ഒരു ഫെസിലിറ്റീനെ ഉദ്ദേശിക്കുന്നതാണ്. പിന്നെ അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസൊക്കെ കാണാൻ പറ്റും. 3D, HDR, ലൊക്കേഷൻ, പർച്ചേസ്ഡ്, അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ കാണാൻ പറ്റും. പ്രോപ്പറായിട്ട് നമുക്കിപ്പോൾ ഒരു ചാനലിൻ്റെ നെയിമാണ് വേണമെങ്കിൽ നമ്മൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന്, ഞാൻ ബാക്ക് പോവാണ്. ഇവിടെ എൻ്റെ ചാനലിൻ്റെ നെയിമാണ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തത്, അൺഎക്സ്പെക്റ്റഡ് ഇൻ 2020. അവിടെ ക്ലിക്ക് ചെയ്തു. റൈറ്റ് സൈഡിലുള്ള ആ ഒരു കോർണറിൽ ഉള്ള ഓപ്ഷനിൽ വീണ്ടും പോയി. അതിനുശേഷം ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നത് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനിലാണ്. ഞാൻ നേരത്തെ പറയാൻ ബാക്കി വെച്ച ഒരു ഓപ്ഷനാണ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോ.
ആ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണോ നമുക്ക് കാണേണ്ടത്. പ്ലേലിസ്റ്റ്, മൂവീസ്, ഷോ, ഇങ്ങനെയുള്ള കുറേ കാറ്റഗറി ഉണ്ട്. നമ്മൾ ശരിക്കും ഇതിൽ സെലക്ട് ചെയ്യേണ്ടത് ചാനൽ എന്നുള്ള ആ ഒരു ഓപ്ഷനാണ്. ചാനൽ ഇവിടെ അപ്ലൈ കൊടുക്കുക. ഈസി ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ ഒരു റിസൾട്ട്, ചാനലിൻ്റെ നെയിം ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്, ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. കുറേ ആൾക്കാർക്ക് അറിയാം, കുറേ ആൾക്കാർക്ക് അറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഏടാ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊക്കെ പറയും. പെട്ടെന്ന് നമ്മളിപ്പോൾ യൂട്യൂബിൽ കയറിയപാട് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുക, അവർ പറയും കിട്ടുന്നില്ല, ലിങ്ക് അയച്ചാന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. എല്ലാവർക്കും ഹെൽപ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. സ്റ്റേ സേഫ്. അടുത്ത വീഡിയോയിൽ കാണാം.